ഹായ് ഫ്രണ്ട്സ്, ഉർമീസ് വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് 2 അടിപൊളി ഗാർഡനിങ്ങിന് പറ്റിയ ക്രാഫ്റ്റാണ്. അപ്പോൾ എല്ലാവരും ക്ഷമയോടെ കണ്ടിരിക്കുക. പിന്നെ നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്യുക. ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ കൂടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇനിയുള്ള വീഡിയോസൊക്കെ മിസ് ഔട്ട് ചെയ്യാതെ കാണാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ നമുക്കൊട്ടും വൈകാതെ തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. വേറെ ഒന്നുമില്ല, നമ്മളിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു തടിക്കഷ്ണവും പിന്നെ കുറച്ച് കയറുമാണ്. നമ്മുടെ ചകിരിക്കയറാണ്. അത് നമ്മളിങ്ങനെ ചുറ്റിക്കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ക്രാഫ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ മണി പ്ലാന്റോ അല്ലെങ്കിൽ മോൺസ്റ്റർ അഡൻസോളിക്കോ അല്ലെങ്കിൽ സ്വീറ്റ് പൊട്ടറ്റോ വൈനോ അങ്ങനെ വൈനുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് നല്ല ഭംഗിയിൽ, അല്ലെങ്കിൽ മോർണിംഗ് ഗ്ലോറിയുടെ വൈനൊക്കെ നല്ല ഭംഗിയിൽ പടർന്നു കയറും. അപ്പോൾ അതിന് പെട്ടെന്ന് പടർന്നു കയറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കയറ് വെച്ച് കൊടുക്കുന്നത്. ഒട്ടും ചിലവ്, അതായത് അധികം ഈ കയറിന്റെ ചിലവൊഴികെ വേറെ ഒരു ചിലവ് ഇതിനില്ല. അപ്പോൾ അത്രയും ഭംഗിയിൽ നമുക്ക് ചെയ്തെടുക്കാവുന്ന ഒരു ക്രാഫ്റ്റാണ്. നമുക്ക് പലർക്കും അറിയാവുന്ന കാര്യമായിരിക്കും, പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം മഴയും വെയിലും കൊണ്ടിട്ടുള്ള മരക്കൊമ്പുകൾ തന്നെ ഇതിനെടുക്കുക. അപ്പം ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഏത് മരത്തിൻ്റെ ആണെന്നൊന്നും എനിക്കറിയില്ല. അടുത്തുള്ള പറമ്പിൽ നിന്ന് കിട്ടിയ ഒരു കഷ്ണമാണ്. എന്തായാലും അത്യാവശ്യം മഴയും വെയിലൊക്കെ കൊണ്ട് അത്യാവശ്യം നല്ല ഭംഗിയിലുള്ള ഒരു ടെക്സ്ചറൊക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ മണി പ്ലാന്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ചെടികൾ വെക്കുമ്പോൾ നല്ല പെട്ടെന്ന് പടർന്നു കയറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പിന്നെ ഈ കയറൊന്ന് നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ നനവ് നിൽക്കും തോറും ഇവരിങ്ങനെ ഈ ചെടികൾ നമ്മുടെ ഈ മരക്കൊമ്പിലേക്ക് ഇങ്ങനെ പിടിച്ചു കയറാനായിട്ട് അവർക്കൊരു ടെൻഡൻസി കൂടുതലായിരിക്കും. അപ്പോൾ ഇത് വെച്ച് കൊടുക്കുക മാത്രമല്ല, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ജസ്റ്റ് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് നമ്മുടെ മണി പ്ലാന്റ് ആയാലും ബാക്കി എന്തെങ്കിലും ചെടികളായാലും പെട്ടെന്ന് ഇങ്ങനെ പടർന്നു കയറിക്കോളും. അപ്പോൾ അതൊരു ടിപ്പാണ്. നമ്മുടെ അത്യാവശ്യം നമ്മുടെ കയറൊക്കെ ഇങ്ങനെ ചുറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അവസാനം ഒന്ന് കെട്ടിട്ട് വെക്കണം. അതോടെ നമ്മുടെ പണി കഴിഞ്ഞു. ഇനി അത് അങ്ങനെ തന്നെ അത്യാവശ്യം നമ്മുടെ പുതിയതായിട്ടുള്ള ഒരു മണി പ്ലാന്റ് നമ്മൾ നടുമ്പോഴോ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പഴയ ഒരു മണി പ്ലാന്റിനായാലും വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ മണി പ്ലാന്റ് മാത്രമല്ല വേറെ ഏത് ചെടിക്ക് വെച്ചു കൊടുത്താലും പെട്ടെന്ന് തന്നെ ഇതുമേലും പിടിച്ച് കയറിക്കോളും. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ ഐഡിയ എന്ന് പറയുന്നത്. ഇത് ഞാനൊരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയപ്പോൾ കണ്ടൊരു ഐഡിയ ആണ്. എന്തായാലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും കൂടെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ പതുക്കനെ മോർണിംഗിൽ, ഞാനിതിപ്പോൾ വീഡിയോ എടുത്തിരിക്കുന്നത് രാത്രിയാണ്, അത്രയും ക്ലാരിറ്റി ഒന്നുമില്ല. എന്തായാലും ഇതൊരു സംഭവം ചെയ്തപ്പോൾ ഞാൻ ജസ്റ്റ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഒന്ന് ഇടാമെന്ന് വിചാരിച്ചു. ഇത് പ്രീ പ്ലാന്റ് ഒന്നുമല്ല. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ നമ്മുടെ അടുത്ത ക്രാഫ്റ്റിലേക്ക് പോവാം. ഈ ഒരു ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഇതുപോലെ ഒരു തടിക്കഷ്ണമാണ്. നന്നായിട്ട് വെയിലും മഴയൊക്കെ കൊണ്ട് ഒരു പരുവായിട്ടുള്ള ഒരു തടിക്കഷ്ണമാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത്. കാണുമ്പോൾ വലിയ ലുക്ക് ഇല്ല എന്നുണ്ടെങ്കിലും ഇതിനെ നമുക്ക് നല്ല സുന്ദര കുട്ടപ്പനാക്കി എടുക്കാൻ പറ്റും കേട്ടോ. നമ്മുടെ കയ്യിൽ ചെറിയ ചെറിയ മിനിയേച്ചർ ആയിട്ടുള്ള പ്ലാന്റ്സ് ഇല്ലെങ്കിൽ പോലും ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് എപ്പോഴും ട്രിം ചെയ്തൊക്കെ നിർത്താൻ പറ്റുന്ന ചെടികളൊക്കെ എടുക്കുക. അപ്പോൾ ഞാൻ ആദ്യം തന്നെ എടുത്തിരിക്കുന്നത് എലഫന്റ് ബുഷ് ആണ്. ജെയ്ഡ് പ്ലാന്റ് എന്നൊക്കെ ഇതിനെ വിളിക്കുന്നുണ്ട്, പക്ഷെ ഇതിന്റെ ആക്ച്വൽ നെയിം എലഫന്റ് ബുഷ് എന്നാണ്. ആനകൾക്ക് വളരെയധികം ഇഷ്ടമുള്ളൊരു പ്ലാന്റ് ആണ്. ഇതിന്റെ വിശദ വിവരങ്ങൾ ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം. അപ്പോൾ ഇതിന്റെ പേര് എലഫന്റ് ബുഷ് പ്ലാന്റ് എന്നാണ്. അത് ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു ഇങ്ങനെ ഇത്തിരി പ്രൊജക്ഷൻ പോലെ നിൽക്കുന്നുണ്ട്, അവിടെ ഞാനൊന്ന് ഹാങ് ചെയ്തിട്ട് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ കാലഞ്ചോസ് എനിക്ക് ഒരിക്കലും പൂവിടാത്തൊരു സംഭവമാണ്. വാങ്ങിച്ചപ്പോൾ മാത്രമേ ഇത് പൂവിട്ടിട്ടുള്ളൂ. എന്താണ് കാരണം എന്ന് ഞാനിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. 3-4 ടൈപ്പ് കാലഞ്ചോസ് എൻ്റെ കയ്യിലുണ്ട്, പക്ഷെ ഫ്ലവറിങ് അല്ല. അപ്പോൾ എന്തായാലും ഒരു സക്യുലൻ വെറൈറ്റി ആയതുകൊണ്ട് ഞാൻ ഇതും കൂടെ അവിടെ അങ്ങോട്ട് വെച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഒരു ചെറിയൊരു പീസും കൂടെ ഞാൻ അവിടെ വെച്ചു കൊടുക്കുകയാണ്. ഇനി ഞാനിത് ജസ്റ്റ് അറേഞ്ച് ചെയ്ത് കാണിക്കുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതുപോലൊരു തടിക്കഷ്ണം കിട്ടിയാൽ നന്നായിട്ട് ഫിക്സ് ചെയ്ത് നിർത്തണം എന്നുണ്ടെങ്കിൽ ഗ്ലൂ ഗണ്ണൊക്കെ വെച്ചിട്ട് നമ്മുടെ ഈ ചെറിയ കപ്സ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും. അതുപോലെ തന്നെ ഷിഫ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് മൊത്തം റിമൂവ് ചെയ്തിട്ട് വേണം ഇത് ഷിഫ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനിങ്ങനെ ട്രയൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് ഇത് ഏറ്റവും ഭംഗിയായിട്ടിരിക്കുക എന്നുള്ളത്. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് എനിക്ക് അത്യാവശ്യം ഭംഗിയായിട്ടൊന്ന് തോന്നിയത്. അതുകൊണ്ട് ഞാനിപ്പോൾ ഫിക്സ് ചെയ്തിട്ടില്ല. നമ്മൾ അടുത്തത് വെച്ചിരിക്കുന്നത്
വെച്ചിരിക്കുന്നത് ഇപ്പോൾ സ്പൈഡർ പ്ലാന്റ് ആണ്. എല്ലാവർക്കും അറിയാവുന്ന പ്ലാന്റ് ആണ്. സ്പൈഡർ പ്ലാന്റ് വളരെ എളുപ്പത്തിൽ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ അടുത്തതായിട്ട് ഞാനിപ്പോൾ ഇവിടെ വെച്ചിരിക്കുന്നത് ടാങ്കിൾ ഹാർട്ടും സിങ്കോണിയ. അത് ഞാൻ ജസ്റ്റ് രണ്ടും കൂടെ മിക്സ് ചെയ്തൊരു പോട്ടിൽ സെറ്റ് ചെയ്ത് ഓൾറെഡി വെച്ചിരുന്നതാണ്. അപ്പോൾ അതും കൂടെ നമുക്ക് വെച്ച് കൊടുക്കാം. പിന്നീട് നമുക്ക് വേറെ ഒരു ബോർഡർ ഗ്രാസും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഹാങ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ വളരെ എളുപ്പത്തിൽ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുന്ന, അതുപോലെ തന്നെ നല്ല ബുഷി ആയിട്ട് തന്നെ വളരുന്ന പ്ലാന്റ്സ് ആണ്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോഴും അതുപോലുള്ള പ്ലാന്റ്സ് സെലക്ട് ചെയ്യുക. എന്നാലേ നമുക്ക് നല്ല ഭംഗിയിൽ നല്ല റിച്ച് ആയിട്ട് നമുക്ക് പെട്ടെന്ന് അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്ലാന്റ്സ് തന്നെ സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ വർക്ക് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. നല്ല സിമ്പിൾ ആയിട്ടുള്ള 2 ക്രാഫ്റ്റ് വർക്ക്സ് ആണ് ഞാൻ ഇവിടെ നിന്ന് കാണിച്ചിരിക്കുന്നത്. പിന്നെ കുട്ടികളുടെ കളിപ്പാട്ടത്തിൽ നിന്ന് ഇടയ്ക്ക് എന്തെങ്കിലും ചെറിയ മിനിയേച്ചേഴ്സ് ആയിട്ടുള്ള ടോയ്സ് അല്ലെങ്കിൽ ഇതുപോലത്തെ ആനിമൽസ് ഒക്കെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ കളർഫുൾ ആയിട്ട് നിങ്ങൾക്ക് ഇതിനെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നല്ലൊരു ഇൻഡോർ ആയിട്ടായാലും അല്ലെങ്കിൽ ഔട്ട്ഡോർ ആയിട്ടായാലും ഗാർഡനിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് ഇഷ്ടപ്പെട്ടെങ്കിൽ അല്ലെങ്കിൽ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾ ഈ ചെയ്ത വർക്ക്സ് ഒക്കെ എനിക്ക് അയക്കേണ്ടത് എങ്ങനെയാണ്? ഇൻസ്റ്റാഗ്രാമിലൂടെ എനിക്ക് അയക്കുക. ഉർമിസ് വ്ളോഗ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ അതിലും ഞാൻ ഇതുപോലുള്ള പ്ലാന്റിങ് അല്ലെങ്കിൽ ഗാർഡനിങ് പിന്നെ ക്രാഫ്റ്റ് ഒക്കെ നമ്മൾ ഫോട്ടോസൊക്കെ ഇടാറുണ്ട്. അപ്ഡേറ്റ്സ് ഒക്കെ അതിലും കൊടുക്കാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇൻസ്റ്റാഗ്രാമും ഫോളോ ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള നല്ല അടിപൊളി എപ്പിസോഡുമായിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ടാറ്റാ, ബൈ.